സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ഒരു പരേതാത്മാവിൻ്റെ നിലവിളി. എഴുതിയത് വിപിൻ ബോസ് TN. ദേ നോക്കിയേ, കുറച്ചു മുമ്പേ താലൂക്ക് ആശുപത്രിയിലെ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നീണ്ടു നിവർന്നു കിടന്നത് ഞാനായിരുന്നേ. ഡോക്ടർ എഴുതിക്കൊണ്ടിരുന്ന മരണവാക്യത്തിലെ നായികയാവാൻ നറുക്കുവീണ മോളിക്കുട്ടിയാണേ ഞാൻ. ഇല്ലിക്കൽ ജോസഫിൻ്റെയും മേരിക്കുട്ടിയുടെയും 4ാമത്തെ മകളായിരുന്നു ഞാൻ. മൂത്തവര് 3 പെൺകുട്ടികളായിരുന്നേ. എന്നെ ഗർഭം ധരിച്ചപ്പോഴേ അമ്മച്ചിക്ക് വലിയ പ്രതീക്ഷയായിരുന്നേ, ഇതെങ്കിലും ഒരു ആൺകുട്ടിയാവുമെന്ന്. മലയാറ്റൂര് പള്ളിയിലെ കഴുന്നെടുത്തോളാമെന്നും മെഴുകുതിരി കത്തിച്ചോളാമെന്നുമൊക്കെ അമ്മച്ചി നേർച്ചയൊക്കെ നേർന്നായിരുന്നു. എന്നാൽ മാതാവ് കനിഞ്ഞില്ല. വീട്ടിൽ വെച്ചായിരുന്നു പ്രസവം. തൊള്ളകേറി കരയുന്ന എന്നെ എടുത്ത് വയറ്റാട്ടി കുഞ്ഞെന്ന ചേട്ടത്തി അപ്പൻ്റെ അടുത്തേക്ക് ചെന്നേ. അപ്പൻ ഒന്നേ നോക്കിയുള്ളൂ. വലിച്ചോണ്ടിരുന്ന ബീഡി ഒറ്റ ഏറും കൊടുത്ത് ഒരു നടത്തായിരുന്നു. പിന്നെ 3 ദിവസം കഴിഞ്ഞ അപ്പൻ വന്നേന്ന അമ്മച്ചി പറഞ്ഞേ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കൊത്ത് ജന്മം കൊണ്ടുപോലും ഒന്നുമായി തീരാത്ത എന്നോട് വലിയ അടുപ്പൊന്നും ആരും കാണിച്ചില്ല, അപ്പനും അമ്മച്ചിയും പോലും. ഞാൻ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടേ, ഒരു ജോസൂട്ടിയോ ഡേവിഡോ മറ്റോ ആയിരുന്നെങ്കിലെന്ന്. അപ്പൻ്റെ കയ്യും പിടിച്ച് നല്ല മഴയത്ത് ഹനുമാൻ തോട്ടിലെ മുഷീനെയും ചൊട്ടവാളയും ഒറ്റാലുകൊണ്ട് പിടിക്കുന്നേ. അന്തിക്കള്ള് മോന്താൻ ഷാപ്പിൽ കയറിപ്പോയ അപ്പനെയും കാത്ത് കടലേയും കുറിച്ച് തോട്ടുവക്കിൽ നിൽക്കുന്നേ. അപ്പൻ വലിച്ചെറിഞ്ഞ മുറിബീഡി എടുത്ത് അപ്പൻ കാണാതെ ആഞ്ഞു വലിച്ച് ഒരു ചുമയോടെ പുക അകത്തേക്കും പുറത്തേക്കും വിടുന്നേ. രാത്രി 11:30 വരെ വട്ടമറ്റത്തിൽ ലാലുവിൻ്റെയും പിലാച്ചൻ്റെയും കൂടെ കലുങ്കിലിരുന്ന് 2 പെഗ് അകത്താക്കുന്നേ. അതും കഴിഞ്ഞ് സെമിത്തേരിക്കടുത്തുള്ള റോഡിൽ കൂടി പോകുമ്പോൾ ഒരു ധൈര്യം കിട്ടാനായി ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ നിന്നൊക്കെ പാടി മുണ്ടും മടക്കി കുത്തി നടക്കുന്നേ. ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലഹരിയിലെ അപ്പൻ്റെ കള്ളിലുങ്കി ഷർട്ടും എടുത്തിടും. ലില്ലി ചേച്ചിയുടെ ഐബ്രോ പെൻസിൽ കൊണ്ട് ഒരു നേരിയ വരയൻ മീശ വരയ്ക്കും. ഇത് കണ്ട അമ്മച്ചി വരിക. ഈ ഒരുങ്ങലൊക്കെ എൻ്റെ വയറ്റിൽ കിടന്ന് നീ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് ചെവിയിലൊരു കിഴുക്കുണ്ടേ. വേദന കൊണ്ട് പെരുവിരൽ പൊങ്ങിപ്പോകുവേ. അമ്മച്ചിയുടെ ആ പിടുത്തത്തിലുണ്ടേ അമ്മച്ചിയുടെ വെറുപ്പും നിരാശയൊക്കെ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ? ചുമ്മാ കണ്ണു നിറച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും. +2 വരെയേ പഠിക്കാൻ ഒത്തുള്ളൂ. പഠിക്കാൻ അത്ര മിടുക്കിയൊന്നുമല്ലായിരുന്നേ. +2 ജയിച്ചപ്പോൾ ഇനി പോണ്ടാന്ന് അപ്പൻ പറഞ്ഞത് വാതിലിൻ്റെ മറവിൽ നിന്നാ ഞാൻ കേട്ടെ. അപ്പൻ്റെ നോട്ടം എത്തുന്നിടത്തൊക്കെ ഞാൻ അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. എന്തേലും ആവശ്യം വന്നാലും ലില്ലി ചേച്ചിയെയോ സെലീനയെയോ റോസിനെയോ ആയിരിക്കും അപ്പൻ വിളിക്കുക. അപ്പൻ എന്നെ വിളിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കാറുണ്ടായിരുന്നു. പിന്നെ പിന്നെ അതിനോടൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു. കാണാനത്ര മോശമൊന്നുമായിരുന്നില്ല ഞാൻ. ചില ചെറുക്കന്മാരൊക്കെ എന്നെ നോക്കുന്നതും ചൂളമടിക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് കലുങ്കിൻ്റെ അടുത്ത് എപ്പോഴും അവനുണ്ടാവും, മുണ്ടിയാനിൽ സ്കറിയാച്ചനെ. അവൻ്റെ നോട്ടത്തിൻ്റെ മണമൊക്കെ എനിക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നേ. മറ്റുള്ള ആമ്പിള്ളാര് നോക്കുന്ന പോലെയൊന്നുമല്ല അവൻ നോക്കുന്നേ. അതിനെന്തോ പ്രത്യേകതയുണ്ടായിരുന്നേ, ഒരിമ്പവും നനവും കൂടുതലേ. എനിക്കറിയായിരുന്നേ അവൻ എന്നെ ഇഷ്ടായിരുന്നെന്ന്. അത് അപ്പനോട് പറയാൻ അവന് പേടിയായിരുന്നെന്നും. അമ്മച്ചിയാ പറഞ്ഞ് വറക്കി മേസ്ത്രിയുടെ കടയിൽന്ന് ഇത്തിരി കാപ്പിപ്പൊടിയും ഉണക്കു കപ്പയും വാങ്ങിക്കൊണ്ടു വരാൻ. ഇരുട്ടായി തുടങ്ങിയിരുന്നു. സംശയിച്ചു നിന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, പിന്നെ ആരാണ്ട് കൊണ്ടുപോകാനാ ഇവളേന്ന്. പെട്ടെന്ന് പോരാന്നാ വിചാരിച്ചേ. പക്ഷേ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നേ. പറ്റുള്ള കടയാണേ, അതുകൊണ്ട് മറ്റുള്ള കടയിൽ പോകാനും വയ്യ. സാധനവും വാങ്ങി ഒറ്റ ഓട്ടായിരുന്നു. ഇല്ലിക്കാടിനടുത്ത് എത്തിയപ്പോഴേ കണ്ടുള്ളൂ 3-4 ആളുകളെ. ഒരു കറുത്ത നിറമുള്ള കാറും ഉണ്ടായിരുന്നു. എനിക്കെന്തോ പന്തികേട് മണത്തേ. നൊടിയിടക്കുള്ളില അവരെന്നെ എടുത്ത് വണ്ടിയിലേക്കിട്ടേ. ഞാൻ ഒച്ചെടുത്തപ്പോൾ ഒരുത്തൻ എൻ്റെ വായ് പൊത്തിപ്പിടിച്ചേ. ഒന്ന് മാത്രം അതിനിടയിൽ പിടികിട്ടിയിരുന്നേ. അതിലൊരുത്തൻ്റെ പേര് ജോസ് പ്രകാശാന്ന്. പണ്ടത്തെ സിനിമയിലെ ജോസ് പ്രകാശിൻ്റെ അതേ ഹെയർ സ്റ്റൈലുള്ള ഒരാളെ.
ഇപ്പൊ ഓർക്കുമ്പോ ഒരു തമാശ ഉണ്ടേ ആ പേരിലേ. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു ജോസ് പ്രകാശെങ്കിലും വേണ്ടേ? ഡോക്ടർ തിരിച്ചും മറിച്ചും ഇട്ടെന്നെ പരിശോധിച്ചേ. എന്നെ കമിഴ്ത്തി കിടത്തിയപ്പോ ഡോക്ടർ ഒന്ന് അന്താളിച്ചേ. എന്റെ ചന്തിയിൽ ഒരു വട്ടത്തിലുള്ള വലിയൊരു മുറിപ്പാടേ. ആ നായിന്റെ മോൻ കടിച്ചു പറിച്ചതാ. അന്നേരം തിരിഞ്ഞു കിടന്ന് അവന്റെ അടിവയറ് നോക്കി ഒറ്റ ചവിട്ടു കൊടുത്തേ. ജോസ് പ്രകാശ് എന്നു പേരുള്ള അവനുണ്ടല്ലോ, എന്റെ അമ്മച്ചിയേന്നും പറഞ്ഞ് അടിവയറ്റിൽ 2 കൈയും വെച്ച് തൂറാൻ കുത്തിയിരിക്കുന്ന പോലൊരു ഇരിപ്പിരുന്നേ. ഒരു കാര്യം ഉറപ്പാ, ഒരാഴ്ചത്തേക്ക് അവൻ നീട്ടിപ്പിടിച്ച് മൂത്രമൊഴിക്കാനിരിക്കുമ്പോൾ ഇച്ചിരി വിഷമിക്കും. ഇത് കണ്ട് വിരളി പിടിച്ച മറ്റവന്മാരില്ലയോ, അതിലൊരുത്തൻ വന്ന് എന്റെ 2 കാലുകളും മുറുകെ പിടിച്ചേ. മറ്റൊരുത്തൻ എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇരുചെകിട്ടത്തും 2 എണ്ണം പൊട്ടിച്ചേ. പിന്നെ അപ്രതീക്ഷിതമായിട്ടാ അത് സംഭവിച്ചേ. ഒരു ഉമ്മയെ. സത്യമായിട്ടും പറയാമല്ലോ, എന്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ ആദ്യമായിട്ടാ എന്നെ ഉമ്മ വയ്ക്കുന്നേ. ഒരു പെണ്ണിനെ ഉമ്മ വയ്ക്കാൻ പോകുമ്പോൾ മിനിമം വായൊക്കെ ഒന്ന് കുലുക്കുഴിഞ്ഞു തുപ്പുകയെങ്കിലും വേണമെന്നാ ഞാൻ പറയുന്നേ. കഞ്ചാവിൻ്റെയോ ബീഡിയുടെയോ എന്തൊക്കെയോ നാറ്റം. ഹോ, ഇന്നേ വരെ ഒരു പരേതാത്മാവും ഛർദിച്ച് കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാ ആ ഓർമ്മയുടെ ചൂരിൽ ഞാൻ ഛർദിക്കാത്തേ. ഒരാളൊക്കെ ആയിരുന്നേല് എങ്ങനെയെങ്കിലും വീഴ്ത്താമായിരുന്നു. ഇത് 4 ആളുണ്ടായിരുന്നല്ലോ. നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഇല്ലേടാ എന്ന് ഇതിനിടയിലും ഞാൻ ചോദിച്ചേ. ഇങ്ങനെ നിസ്സഹായതയുടെ പടുകുഴിയിൽ വീഴുമ്പോൾ ഏതൊരു പെണ്ണും ചോദിക്കാവുന്ന ചോദ്യമായേ ആ ദുഷ്ടന്മാര് അതിനെ കണ്ടുള്ളൂ. 4 ആള് കൂടി അങ്ങ് ചേർന്നപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനില്ലാണ്ടായി. എന്തുമാത്രം അടയാളങ്ങളായിരുന്നെന്നോ എൻ്റെ ദേഹത്തുനിന്ന് ഡോക്ടർ കണ്ടെടുത്തേ. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അടയാളങ്ങളെ. ഞാൻ അന്നേരം ഓർത്തേ, എന്നെ 1-ാം ക്ലാസ്സിലെ അമ്മച്ചി ചേർക്കാൻ കൊണ്ടുപോയ കാര്യമാണേ. തിരിച്ചറിയാനുള്ള അടയാളത്തിനായി എൻ്റെ ദേഹം മുഴുവൻ തിരഞ്ഞ് തിരഞ്ഞ് അമ്മച്ചിയും ഈപ്പൻ സാറും തോറ്റുപോയിരുന്നേ. ജനിച്ചപ്പോൾ ഒരു മറുകിൻ്റെ അടയാളം പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ അന്നെനിക്ക് ഒത്തിരി സങ്കടം വന്നേ. അന്നേരം അമ്മച്ചീൻ്റെ ഒരു നോട്ടമുണ്ടായിരുന്നേ. ഞാനാ അതിൻ്റെ കുറ്റക്കാരിയെന്ന രീതിയിൽ. അങ്ങനെയുള്ള എൻ്റെ ശരീരത്തിൽ മരിച്ചപ്പോഴേ നിറയെ അടയാളങ്ങളായിരുന്നേ. സിഗരറ്റ് കൊണ്ട് കുത്തിയ വളയങ്ങൾ, ആഴ്ന്നിറങ്ങിയ പല്ലിൻ്റേത്, പിച്ചിയപ്പോൾ ബാക്കിയായ നഖപ്പാടിൻ്റേത്. എനിക്കറിയാം ഇനി എൻ്റെ പേരിലല്ല ഞാൻ അറിയപ്പെടുക എന്ന്. ഇങ്ങനെ മരിക്കുന്നവരെ മോളിക്കുട്ടി മോളിക്കുട്ടി എന്നാരും പറയൂല. പുല്ലൂരാമ്പാറ പെൺകുട്ടി പുല്ലൂരാമ്പാറ പെൺകുട്ടി എന്നാ പറയാ. അങ്ങനെ പത്രത്തിലും ചാനലിലും വരിക. ഒരു ദേശത്തിൻ്റെ പേര് തന്നെ തൂലികാനാമമായി അണിഞ്ഞോളാവും ഞാനിനി. ഒരു കണക്കിന് ഭാഗ്യല്ലേ ഒരു ദേശം സ്വന്തം പേരാവാന്ന് വന്നാല്. വീട്ടിൻ്റെ മുന്നിൽ ആംബുലൻസ് വന്നു നിന്നപ്പോഴായിരുന്നു പുകില്. വണ്ടി നിന്നതും ഒരലർച്ച കേട്ടു. വീട്ടിനുള്ളിന്ന് അപ്പനൊരു വരവായിരുന്നു. എൻ്റെ മോളിക്കുട്ടിന്ന് അലറിക്കൊണ്ട്. സത്യത്തിങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നെ ഓർത്ത അപ്പൻ കരയുന്നതെന്ന് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ നേരായിട്ടും എനിക്ക് തോന്നിപ്പോയി. എന്നാലും എൻ്റെ അപ്പനെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. ആരൊക്കെയോ അപ്പനെ പിടിച്ചു മാറ്റിയിരുന്നു. തിണ്ണയിൽ എന്നെ വെച്ചപ്പോഴാ അമ്മച്ചി ഇറങ്ങി വന്നേ. പുല്ലാട്ടെ റോസമ്മയും കുഴിക്കാട്ടെ ഗ്രേസിയും അമ്മച്ചിയെ മുറുക്കെ പിടിച്ചിരുന്നു. അമ്മച്ചി ഒറ്റ വീഴ്ചയായിരുന്നു. 6 തലച്ചോണ്ട് എൻ്റെ ദേഹത്തേക്ക്. എനിക്കെന്താ ചെയ്യാൻ പറ്റും? ജീവനുണ്ടായിരുന്നേൽ അമ്മച്ചിയെ ഞാൻ ചേർത്തു പിടിച്ചേനെ. ജോസ് പ്രകാശൊക്കെ താറുമാറാക്കിയ എൻ്റെ നെഞ്ചിൽ മുഖമുരുട്ടി മോളിക്കുട്ടി മോളിക്കുട്ടിന്ന് വിളിച്ചുകൊണ്ട് അമ്മച്ചിയുടെ കരച്ചില്. ഹോ, എൻ്റെ കർത്താവേ, നീ ഇത്രയും കണ്ണിൽ ചോരയില്ലാത്തവനായി പോയല്ലോ. എന്തിനാ നീ അവൻ്റെ വാരിയെല്ലിൽ നിന്ന് അവളെ ഉണ്ടാക്കിയേ? അവനെ ഉണ്ടാക്കിയ പോലെ മൊത്തമായി ഉണ്ടാക്കാൻ മേലായിരുന്നോ? എനിക്കിത് കാണാനുള്ള ശക്തിയില്ലെൻ്റെ ഈശോയെ. എൻ്റെ സ്കറിയാച്ചൻ തൂണും ചാരി നിന്ന് വിതുമ്പുന്നത് നീ കണ്ടോ? എനിക്ക് കാണാൻ വയ്യേ. എൻ്റെ അപ്പൻ വെറും നിലത്ത് കിടന്നുരുളുന്നത് നീ കാണുന്നില്ലേ? ഒരു കണ്ണീര് പോലും പൊഴിക്കാനാവാതെ ഞാനിങ്ങനെ. കരയാൻ ഒരു കണ്ണെങ്കിലും കൊടുത്തൂടായിരുന്നോ അരൂപിയായ ആത്മാക്കൾക്ക് നീ?
എന്നായാലും ഇത് വലിയ ചെയ്ത്തായി പോയെൻ്റെ കർത്താവേ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.